എടാ ശശാങ്ക, നിനക്ക് പണിയൊന്നുമില്ല? നീ എന്തെങ്ങനെ വെറുതെ എവിടെ ഇരുന്ന് നേരം കൊട്ടുന്നു? പണിക്ക് പോയത് ഇങ്ങളെന്താ പണിക്ക് പോകാൻ? ആ അതുകൊട്ടെ. ഇത് കൂലി എങ്ങനെയുണ്ട് രജനീകാന്തിന്റെ പടം? ഓ അടിപൊളി. രജനീകാന്ത് കസറി, സൂപ്പർ അഭിനയം, സൂപ്പർ തിരക്കഥ. ഓ അതിയാ. അപ്പൊ അതില് അമീർ ഖാന്റെ അഭിനയം എങ്ങനെയുണ്ട്? അത് ഞാൻ സിനിമ കണ്ടിട്ട് പറയാം. എടാ നീ അറിഞ്ഞ ട്രംപ് പിന്നെയും താരിഫ് കൂട്ടി പോലും? നീ ഒന്ന് മിണ്ടാണ്ടിരിക്കപ്പാ. ഇവിടെ ഒരു സ്മോൾ അടിക്കാൻ പറ്റാണ്ടിരിക്കുമ്പോഴാ അതിന്റെ ഒരു ട്രംപും താരിഫും. എടാ താരിഫ് കൂട്ടിയാല് നമ്മളെ സ്കോച്ചിന് വില കുറയുടെ പൊട്ട. അതെനിക്കറിയാം. ഓ അതെയാ, ഒരു 2 പേർക്ക് സ്കോച്ച് അടിച്ച് മരിച്ചാ മതിയായിരുന്നു. എപ്പോഴാ ഇനിയും അതിനുള്ള ഭാഗ്യം ഉണ്ടാവുക എന്റെ ഈശ്വര. ആ കുമാരന് ഓസിന് പെഗ് കിട്ടുമെന്ന് പറയാൻ വിളിക്കുന്നതാ. കുമാരൻ ആരാ? കുമാരൻ തന്നെയാ? ഓൻ തന്നെ. അതാ പിന്നെ പിടിക്കുന്ന ഒന്ന് വെച്ചിട്ട് പോടാ. ഇന്ന് അടിയൊന്നുമില്ല, പണിയൊന്നുമില്ല, കുടിക്കാൻ വേണ്ടി മാത്രം ഇവനെപ്പോലത്തെ ഓരോ ജന്മങ്ങൾ. ആകെ ഒരു 50 ഉറുപ്പിക. നീ എന്നെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, എന്റെ അടുത്ത് അതുമില്ല. 50 ഉറുപ്പിക്ക് ഒരു കടല വരെ കിട്ടൂല. ഒരു സ്മോൾ അടിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇനി ഭരണം മാറിയാലേ രക്ഷയുള്ളൂ. കുമാരാ, ശശാങ്കൻ എന്നാ പറഞ്ഞേ? 3 പ്രാവശ്യം അവരെ വിളിക്കുന്നു, 3 പ്രാവശ്യം കട്ടാക്കി. അത് മാത്ര അന്നെ കുറെ ചീറ്റിയും പറഞ്ഞു. ശിവാസരികസ് കോച്ച് 12 വർഷം പഴക്കമുള്ള സാധനം കേട്ടാ. നിങ്ങളും ഗൾഫുകാരിൽ ഒരു ഭാഗ്യം തരാണ്ട് വരുന്ന പറയേണ്ടത്. നോക്ക് എടാ ശശാങ്ക, നിനക്കൊന്നും സ്കോച്ച് വിധിച്ചിട്ടില്ലടാ തേണ്ടി. ബെസ്റ്റ്.